സൂര്യോദയം തങ്കസൂര്യോദയം സൂര്യോദയം പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം പകലകം പൊരുളിന്റെ ശ്രീരാജധാനി ഹരിത കമ്പളം നീത്തി വരവേൽപ്പിന ഇതിലേ വരു സാമഗാന വീണ മീട്ടി അഴകെ പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം പദദബമ പദദബമ പദനിദബമ ഗരിഗമ പദനിദരിദ നിദരിഗ സരിഗമ ഗരിഗ ഗരിദ നിരിദ നിവദനിദ പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിൽ അരുണോദയം ഒരു പൂണൂലായി മലകളെ പുണരുമ്പോൾ ഉപനയനം ചെയ്യും ഉഷസിനു കൗമാരം ജലസാധകം പിൻ ഗംഗയിലാടാ സരിഗമ പോലും സ്വയമുണരുന്നു പകരൂ പകരൂ പനിനീർ കുടഞ്ഞു മേഘദൂത് തുടരും പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം സ്വാമി സ്വാമി ഇവിടെ കൃഷ്ണമൂർത്തിയുടെ വീടേതാ? കൃഷ്ണമൂർത്തിയാ? ഏത് കൃഷ്ണമൂർത്തി? ജി കൃഷ്ണമൂർത്തി. ഒരു ടെലിഗ്രാം ഉണ്ട്. ടെലിഗ്രാമോ? അയ്യോ, ഒരുവേളை அப்பாவுக்கு இருக்குமோ? சாமிடப்பன் பேரு கிருஷ்ணமூர்த்தி. ஆமா. என்ன விளி? செத்து 3 வருஷம் ஆச்சு. இப்ப போய் யாரு டெலிகிராம் அடிச்சிருக்கா? ചത്തു പോയാ? ஆமா. അയ്യേ, ഇയാൾക്ക് എന്താ വട്ടുണ്ടാ? എന്തേ ചത്തിട്ടില്ലേ? അതല്ല, നിങ്ങൾ അത് അഡ്രസ് ശരിക്കും വായിച്ചേ നോക്കട്ടെ. ജെ കൃഷ്ണമൂർത്തി, സൺ ഓഫ് പാർവതി അമ്മാൾ, നമ്പർ 3 ഈശ്വരൻ ഓ, എവനാ? எவன் அப்பாவல்ல, என் மருமகன், என்னோட சிஸ்டர் தான். படிச்சு பாஸ் ஆயிட்டும் ஜோலிக்கு போகாத நாடகம் கழிச்சு நடக்குന്നില്ല ഒരു കുരുത്തം കെട്ടവൻ അവൻ താ. മോളെ കൃഷ്ണമൂർത്തി വീടല്ലേ ഇത്? കൃഷ്ണമൂർത്തിക്ക് ടെലിഗ്രാം ഉണ്ടല്ലോ. കൃഷ്ണമൂർത്തി അല്ലേ ഇവിടെ? ഇതിലൊന്നും ഒപ്പിടണല്ലോ. അണ്ണ മടത്തി പൂജയ്ക്ക് പോയിരിക്കുക, അവിടെ ചെന്നാ കാണാം. എതുക്ക്? ടെലഗ്രാം താനേ ഒപ്പിട്ട് വായിക്കോ. ഇത് അവരുടെ പെങ്ങള് ഒപ്പിട്ട് കൊടുക്കും. വാങ്ങി പാരടി. എവിടെ ഒരു ഒപ്പ്? பாரு சீக்கிரம் பாருடி. என்னடி என்னாச்சு? மாமி, கிருஷ்ணமூர்த்தி அண்ணா எனக்கு வேலை கிடைச்சிருக்கு. என்ன? கிருஷ்ணமூர்த்தி அண்ணா எனக்கு வேலை கிடைச்சிருக்கு மாமி. समायौत ब्रह्मचारिण स्वाहा, समायौत ब्रह्मचारिण स्वाहा, यशोजनेशानि स्वाहा, श्रेयान्वत्यसोदानि स्वाहा, यशोजनेशानि स्वाहा, श्रेयान्वत्यसोदानि स्वाहा, संपाभगप्रविशानि स्वाहा, समाभगप्रविश स्वाहा.
அம்மா இன்னும் வரல, நான் பாட்டு படிப்பிக்க போயிருக்கா. എനിക്ക് ജോലി കിട്ടിയ കാര്യം പറഞ്ഞ இல்லையே, அவ போனதுக்கு அப்புறம் தான் டெலிகிராம் வந்தது. പട്ടാപ്പി എനിക്ക് ജോലി കിട്ടിയ കാര്യം ലോകത്തിൽ ആദ്യം അറിയേണ്ടത് എന്റെ അമ്മ. டே கிருஷ்ணமூர்த்தி, கொஞ்சாக நில்லு. இப்போ உனக்கு ஒரு வேலை கிடைச்சிருக்கு இல்லையா? இவ்வளவு காலமா நீயும் அம்மாவும் எங்களை தொந்தரவு பண்ணிட்டு இருந்தது. இனியாவது அம்மாவை கூட்டிட்டு போகப்படாதா? இல்லடா கண்ணா, பாட்டு படிப்பிக்கத்தான் வரேன். இது இப்ப எல்லாம் பாட்டு படிப்பிக்கிறத விட இந்த வேலைக்கு கொடுக்கறா. அதான். என்ன மாமி இது? இவன் எவ்வளவு சந்தோஷமான காரியத்தை சொல்ல வந்து தெரியுமா? அவனுக்கு வேலை கிடைச்சாச்சு மாமி, வேலை. கல்கட்டா கன்ஸ்ட்ரக்ஷன் கம்பெனி பெரிய கம்பெனி. அவங்க இப்ப கொச்சியில புதுசா கன்ஸ்ட்ரக்ஷன் ஸ்டார்ட் பண்ண போறாங்களா? அந்த கொச்சி கன்ஸ்ட்ரக்ஷனுக்கு இந்த கிருஷ்ணமூர்த்தி தான் சீஃப் சைட் ஆபீசர். 6 மாசம் தான் பிரபேஷன். அது முடிஞ்ச 4 லட்சம் சம்பளம், அப்புறம் காரு, பங்களா, கோட்டேஜ் எல்லாம் கிடைக்குமா? அப்படியா கண்ணா? എല്ലാ വീടും ഒരുപോലെ ഉണ്ടല്ലോ, എങ്ങനെ ഒന്ന് തിരിച്ചറിയാ? നിർത്തേ ചോദിച്ചിട്ട് പോവാ. സ്വാമി ഒന്നും കൂടെ നോക്കിയേ. എന്താ? ഈ കൃഷ്ണമൂർത്തിയുടെ വീടറിയോ? കൃഷ്ണമൂർത്തി, ജി കൃഷ്ണമൂർത്തി. കൽക്കട്ട കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൈറ്റ് ഓഫീസറായിട്ട് ജോലി കിട്ടിയ കൃഷ്ണമൂർത്തി അല്ലേ? 4 ലക്ഷം ശമ്പളം, കമ്പനിക്കാർ, ഡ്രൈവർ, ക്വാർട്ടേഴ്സ്, ഇതൊക്കെയുള്ള കൃഷ്ണമൂർത്തി അല്ലേ? ഇറങ്ങി വന്നോളൂ. അവൻ എന്റെ മരുമകൻ. ആണോ? എവിടുന്നാ? ഞാനും കൽക്കട്ട കമ്പനിന്നാ. ആഹാ. എന്റെ പേര് ജോസഫ്. കൃഷ്ണമൂർത്തി സ്വാമിയെ നേരിട്ട് കാണാൻ വേണ്ടി വന്നതാ. അതിനെന്താ വിഷമം? ഡേ കൊഞ്ചം എങ്ക വാടാ. എന്നപ്പാ? കൃഷ്ണമൂർത്തി സ്വാമി, അയ്യോ എന്റെ സ്വാമി, എന്നെ രക്ഷിക്കണേ. അയ്യോ, പൊന്നു സ്വാമി, എന്നെ രക്ഷിക്കണം. അയ്യോ സ്വാമി, അവിടെ നിൽക്ക് സ്വാമി. എന്റെ സ്വാമി, എന്നെ രക്ഷിക്കണം. എടോ, ഞാൻ എന്തായി കാണിക്കാൻ? കാര്യം പറയാനാണ്. അതിന് ഇവൻ കൃഷ്ണമൂർത്തി അല്ല. അയ്യേ, പിന്നെ ഇതെന്തത്? ഇതെന്റെ മകൻ പട്ടാഭി രാമൻ. കൃഷ്ണമൂർത്തി, എന്റെ കൃഷ്ണമൂർത്തി സ്വാമി, എന്നെ രക്ഷിക്കണേ. എന്റെ പൊന്നു സ്വാമി, എന്നെ രക്ഷിക്കണേ. അയ്യോ, ഞാൻ വിടില്ല. വന്നതിലിരുന്ന് இதுதான் ஒவ்வொருத்தன் காலையில விழுந்துட்டே வர்றான். கேட்டா உங்க கூட வேலை பார்க்கறவனாக்கும். കൊച്ചിയിൽ കൽക്കട്ട കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സ്വാമിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യേണ്ട ആളാ ഞാൻ. പേര് കെ ജോസഫ്. ഓ അത് ശരി. ഇതാ സ്വാമിയുടെ കൂടെ കൊച്ചിയിലേക്ക് വരാൻ പോണ അമ്മ. അതെ. എന്റെ അമ്മേ. ഇയാൾക്ക് എന്താ വേണ്ടേ?
സ്വാമിയോട് വന്നേ. എന്നടാ മൂർത്തി എന്നാ ഇതല്ല ഒന്നുമില്ല പട്ടാവി, നീ അമ്മയെ കൂട്ടിട്ട് പോ. ഇങ്ങ് വന്നേ സ്വാമി. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? മൂർത്തി ഒന്നുമില്ല മാമി, ഒന്നും നടക്കാതെ വാങ്ങോ. സ്വാമിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ജോലിയല്ലേ ഇത്? ആ. അപ്പൊ ദയവ് ഇത് സ്വാമി ഈ ജോലിക്ക് വരരുത്. ആ. ഈ ജോലിക്ക് സ്വാമി വരരുതെന്ന്. ഈ ജോലി സ്വാമിക്ക് പറ്റില്ല. പറ്റില്ലേ? എന്ത് പറ്റില്ല? ഈ വെണ്ടയ്ക്കും മുരിങ്ങയ്ക്കും സാമ്പാറും ഒക്കെ കഴിച്ചു കഴിയുന്ന ഒരു സ്വാമിക്ക് പറ്റിയ പണിയല്ല ഇത്. ആ സ്ഥലം ഏതാണെന്ന് അറിയോ? വിയറ്റ്നാം കോളനിയാണ്. വിയറ്റ്നാം കോളനി. എന്ത്? വിയറ്റ്നാം കോളനിന്ന്. വിയറ്റ്നാം കോളനിയാ? ഈശോയെ, വിയറ്റ്നാം കോളനിന്ന് കേട്ടിട്ടില്ലേ? പറവൂർ റാവുത്തർന്ന് കേട്ടിട്ടുണ്ടാ? ഇരുമ്പു ചോണെന്ന് കേട്ടിട്ടുണ്ടാ? കണ്ണസ്രാങ്കെന്ന് കേട്ടിട്ടുണ്ടാ? വട്ടപ്പള്ളിന്ന് മല്ലയ്യാന്ന് കുഞ്ഞാപ്പിന്ന് കേട്ടിട്ടുണ്ടാ? 8ഉം 10ഉം കൊലപാതകങ്ങൾ ചെയ്തിട്ട് ഇനി ആരാ കൊല്ലേണ്ടെന്ന് ചോദിച്ചു നടക്കുന്ന പിശാചുക്കളാ അവര്. അവന്മാരെയൊക്കെ കുടിയൊഴിപ്പിക്കാനാ കമ്പനി സ്വാമിനെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അവിടെയാണ് സൈറ്റ് ഓഫീസ് തുറക്കേണ്ടതും കൺസ്ട്രക്ഷൻ നടത്തുന്നതും. എന്താ പോണോ പറ. സൈറ്റ് ഓഫീസ് പോയിട്ട് കമ്പനിയുടെ ഒരു മുട്ടുസൂചി അതിനകത്ത് തറയ്ക്കാൻ അവന്മാര് സമ്മതിക്കില്ല. പിന്നെയാണ് കൺസ്ട്രക്ഷൻ. ഒന്നും മനസ്സിക്കളെ അവന്മാര്. സ്വാമി ദയവേദി ജോലിക്ക് വരരുത്. സ്വാമി വന്ന സ്വാമിയുടെ കൂടെ എന്നെ അങ്ങോട്ട് കെട്ടിരിക്കേണ്ടതായിട്ട് വരും. ഭാര്യയും 3 മക്കളുള്ളവനാ ഞാൻ. എന്റെ കാര്യം പോട്ടെ, സ്വാമി അവരെ വയ്യാതാരാക്കരുത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി സ്വാമിയുടെ ഇഷ്ടം. ജോസഫ്, ജോസഫ്, 10-15 കൊല്ലം ബംഗാളി കിടന്ന് കഷ്ടപ്പെട്ടവനാ ഞാൻ. ഒടുക്ക അവിടെ കിടന്ന് നിലവിളിച്ചിട്ടാ ഇങ്ങനെ ട്രാൻസ്ഫർ കിട്ടിയത്. അത് ഇങ്ങനെയുള്ള നരകത്തിലേക്കാതിരുന്നെങ്കിൽ ബംഗാളിൽ തന്നെ കുച്ചിട്ടാ പോരായിരുന്നു. ഇങ്ങനെയുണ്ട് രാജ്യം. கிருஷ்ணமூர்த்தி, நான் ஒன்னு எங்கெல்லாம் தேடிட்டு வரேன் தெரியுமா? എന്താ? சீக்கிரம் வீட்டுக்கு வந்துடுறேன். அங்கே ஒரே கலாட்டா. എന്താ? നീ പണം കൊടുക്കാനുള്ള സകല കടക്കാരും വീട്ടിൽ വന്ന് നിൽക്കുന്നു. എല്ലാം എന്റെ അപ്പൻ ചെയ്ത പണിയാ. നിനക്ക് ജോലി കിട്ടി അറിഞ്ഞപ്പോ കടക്കാരെ മുഴുവൻ ആളായിട്ട് വരുത്തി. വേഗം വീട്ടിലേക്ക് വാടാ. വന്നിട്ടാ കൃഷ്ണമൂർത്തി വന്നിട്ടാ. കൃഷ്ണമൂർത്തി, ഇത്രയും നാൾ തഞ്ചാവൂരിലെ കേസ് ജയിക്കട്ടെ, നിങ്ങളുടെ സ്വത്തൊക്കെ തിരിച്ചു കിട്ടട്ടെ എന്ന് പറഞ്ഞ് നീ ഞങ്ങളെ നിർത്തി. ഇപ്പൊ നിനക്ക് നല്ലൊരു ജോലി കിട്ടിയില്ലേ? ഇനിയെങ്കിലും ഞങ്ങളുടെ പണത്തിന് സമാധാനം ഉണ്ടാക്കണം. അതൊക്കെ ഞാൻ ഇപ്പൊ നീ ഇവിടുന്ന് ജോലി സ്ഥലത്തേക്ക് അമ്മയും കൂട്ടിക്കൊണ്ട് പോയാ ഞങ്ങളുടെ പണം ആര് തരും? ആരോട് ചോദിക്കും? അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തിരിക്കുക. നിന്റെ ശമ്പള പണത്തിൽ നിന്ന് 1000 രൂപ വീതം മാസം തോറും ഞാൻ കഴിച്ചു തരണം. അങ്ങനെ 6-7 കൊല്ലം കൊണ്ട് കടം വിട്ടിയാൽ മതി. അതെന്താ? അതൊക്കെ ഞാൻ തരാം. ആദ്യം എനിക്കൊരു ജോലി കിട്ടട്ടെ. ജോലി കിട്ടട്ടെ വാ. അപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ജോലിയോ? ആ ജോലിക്ക് ഞാൻ പോകുന്നില്ല. അവിടെ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. തരാനുള്ള പണം തരാതിരിക്കാൻ വേണ്ടി കിട്ടിയ ജോലി നീ വേണ്ടാന്ന് വെച്ചു അല്ലടാ? എടാ, നിന്റെ അച്ഛൻ ആ കള്ളസ്വാമി കയ്യിൽ എണ്ണി മേടിച്ച പണമാണെങ്കിൽ അത് നിന്റെ കയ്യിൽ നിന്ന് എണ്ണി മേടിക്കാൻ നിങ്ങൾക്ക് അറിയാമടാ. ചേട്ടാ, പണം ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ അതിനു വേണ്ടി മരിച്ചുപോയ എന്റെ അച്ഛനെ പറയരുത്. പറയൂടാ, തരാനുള്ളത് തരാണ്ട് ചേർത്താൽ നിന്റെ അച്ഛനല്ല അയാളുടെ അച്ഛനെ മൂർത്തി, പറയിപ്പിക്കാൻ നോക്കാൻ എനിക്കറിയാം. കാണാം. എടാ എന്നടാ ഇത്? എടാ എന്നാ മുതലേ മன்னிப்புകൾ മാമായിട്ട് മன்னிப்பு കിണിപ്പൊന്നും കേൾക്കണ്ട. കൊടുക്കാനുള്ള പണത്തെ കൊടുത്താ അതാ പറഞ്ഞത് തരാമെന്ന്. മിണ്ടരുതെന്നല്ലേ പറഞ്ഞത്? പണം അവൻ തരും. ഈ ജോലിക്ക് അവൻ പോവുകയും ചെയ്യും. ഒന്നും പറയണ്ട, ഈ ജോലിക്ക് നീ പോയേ പറ്റൂ. ഇനി ഇവരുടെ പണം കൊടുത്തു തീർക്കാതെ ഞാൻ ഇവിടെ വിട്ട് എങ്ങോട്ടുമില്ല. മരിച്ചുപോയ നിന്റെ അച്ഛനെ പറയിപ്പിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് കൊള്ളി വെക്കുന്നതല്ലേടാ. ശിവരാമ, നീ എല്ലാരും വിളിച്ചോണ്ട് പോ. നിങ്ങളുടെ പണം തരാൻ ഞാനുണ്ടാവും. പോടാ. വാടാ വീട്ടിൽ. കണ്ണ, ഇഷ്ടമില്ലാത്ത ജോലിക്ക് അമ്മ നിർബന്ധിച്ച് അയക്കുകയാണെന്ന് വിചാരിക്കരുത്. അങ്ങനൊന്നുമില്ല. അമ്മയെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം മാത്രമേ ഉള്ളൂ. ഇവിടെ പട്ടാപി, അമ്മയെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. കണ്ണ, നീ ഒരു ബ്രാഹ്മണനാണ്. നിന്റെ ദേഹത്ത് കിടക്കുന്നത് പൂണൂല്. ബ്രാഹ്മണന്റെ മഹത്വവും പൂണൂലിന്റെ പുണ്യവും എന്റെ മോനൊരിടത്തും കൈവിട. അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ പോട്ടെ. പോയിട്ട് വരേം ചൊല്ലടാ കണ്ണ. പോയിട്ട് വരാം. പട്ടാപി, കേട്ടോടാ. മോളെ,
കൃഷ്ണമൂർത്തി, MA ഫസ്റ്റ് ക്ലാസ് ഇൻ ഇക്കണോമിക്സ്. ജി കൃഷ്ണമൂർത്തി, ബെസ്റ്റ് ആക്ടർ, ഇന്റർ കൊളീജിയറ്റ് ഡ്രാമ കോമ്പറ്റീഷൻ. ജി കൃഷ്ണമൂർത്തി, ബെസ്റ്റ് ആക്ടർ, യൂണിവേഴ്സിറ്റി ഡ്രാമ കോമ്പറ്റീഷൻ. എന്താ മിസ്റ്റർ തോമസ് ഇത്? എനിക്കവിടെ നാടകമിൽ തുടങ്ങാനല്ല, ഇങ്ങനെ ഒരാളെ വെച്ചാണോ നമ്മൾ കോളനി ഒഴിപ്പിക്കാൻ പോകുന്നത്, കൺസ്ട്രക്ഷൻ നടത്താൻ പോകുന്നത്? സാറ് വിചാരിക്കുന്ന പോലെയല്ല, ഇയാൾ കറക്റ്റ് ആയിരിക്കും. ഇയാളെപ്പോലെ ഒരാളെയാണ് നമുക്കവിടെ ആവശ്യം. അല്പസ്വല്പം നാടകവും അഭിനയവും തന്ത്രവും കുതന്ത്രവും ഒക്കെ ഉള്ള ഒരാളെ. സാർ നോക്കിക്കോ, വിയറ്റ്നാം കോളനി അയാൾ ഒഴിപ്പിച്ചിരിക്കും. താൻ വന്നു അല്ലേ? സോറി, വരാണ്ടിരിക്കാൻ മാക്സിമം നോക്കിയതാണ്, പറ്റിയില്ല. അപ്പോ ഞാൻ പറഞ്ഞൊന്നും കേട്ടിട്ട് തന്റെ മനസ്സലിഞ്ഞില്ല അല്ലേ? അലിഞ്ഞതാണ്, പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അത് വീണ്ടും കട്ടിയായി പോയി. സാർ, അകത്തേക്കെല്ലാം പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരൂ, ഇരിക്കൂ. ഇത് അഡ്വക്കേറ്റ് തോമസ്, കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാണ്. ഹലോ. ഹലോ. കൃഷ്ണമൂർത്തിക്ക് ഏറ്റെടുക്കാൻ പോകുന്ന ജോലിയെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ട് സാർ, കുറച്ചൊക്കെ. ഇതാണ് കൃഷ്ണമൂർത്തി പോകേണ്ടതും ഒഴിപ്പിച്ചെടുക്കേണ്ടതുമായ വിയറ്റ്നാം കോളനി. കോളനിക്ക് ചുറ്റും കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ കമ്പനിയുടെ വകയാണ്. പക്ഷേ കോളനി ഇരിക്കുന്ന ഈ സ്ഥലം അവിടെ കിട്ടാതെ നമുക്കവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പറ്റില്ല. ഇത് വിട്ടുതരാൻ അതിന്റെ ഉടമസ്ഥൻ മൂസസായിട്ട് തയ്യാറുമാണ്. പ്രശ്നം അവിടുത്തെ താമസക്കാരാണ്. അവരവിടെ നിന്ന് ഒഴിഞ്ഞു തരില്ല. 100ഓളം കുടുംബങ്ങളാണ് അവിടെ തിങ്ങി താമസിക്കുന്നത്. എന്ത് ചെയ്തിട്ടും ഒഴിഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത പ്രശ്നക്കാരായ 100ഓളം കുടുംബങ്ങൾ. ഭൂരിഭാഗവും വാടകക്കാരാണ്. പിന്നെ കയ്യേറ്റക്കാരായ കുറെ ഗുണ്ടകളും. ഇവരെയൊക്കെ ഒഴിപ്പിച്ച് അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് ഒരു നിസ്സാര കാര്യമല്ല. നമുക്ക് ന്യായമായിട്ടുള്ള എന്ത് വേണേൽ ചെയ്യാം. വേറെ സ്ഥലം വേണമെങ്കിൽ സ്ഥലം കൊടുക്കാം, വീട് വെച്ചു കൊടുക്കണം വീട് വെച്ചു കൊടുക്കാം. അങ്ങനെ എന്ത് ചെയ്യാനും കമ്പനി തയ്യാറാണ്. ഇതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് അവിടെ നിന്ന് ഒഴിപ്പിക്കാനാണ് ഇപ്പൊ കൃഷ്ണമൂർത്തി അങ്ങോട്ട് അയക്കുന്നത്. പിന്നെ കൃഷ്ണമൂർത്തി അവിടെ പോകാൻ പോകുന്നതും താമസിക്കാൻ പോകുന്നതും കമ്പനിയുടെ ആളായിട്ടല്ല, കോളനിയെപ്പറ്റി കഥ എഴുതാൻ ചെന്നിരിക്കുന്ന ഒരു എഴുത്തുകാരനായിട്ടാണ്. കമ്പനിയുടെ ആളായിട്ട് അങ്ങോട്ട് ചെന്നാൽ അതിനകത്ത് കാല് കുത്താൻ പോലും സമ്മതിക്കില്ല. അതുകൊണ്ടാ. കൃഷ്ണമൂർത്തി പേടിക്കണ്ട. കൃഷ്ണമൂർത്തിക്ക് താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും രഹസ്യമായിട്ട് ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അവിടത്തുകാരനൊരു ബ്രോക്കറുണ്ട്, എരുമേലി. അയാൾ കൃഷ്ണമൂർത്തിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു വീട് കണ്ടുവച്ചിട്ടുണ്ട്. പട്ടാളം മാധവി എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്. കൃഷ്ണമൂർത്തി കമ്പനിയുടെ ആളാണെന്ന് അവിടെ ഒരു കുഞ്ഞു പോലും അറിയരുത്. അറിഞ്ഞാൽ പിന്നെ കൃഷ്ണമൂർത്തി രക്ഷിക്കാൻ ഞങ്ങൾക്കെന്നല്ല ഒരാൾക്കും പറ്റിയെന്ന് വരില്ല. ശരി സാർ, അവിടെ ആരും എന്നെ തിരിച്ചറിയില്ല. പിന്നെ അവിടുന്ന് എല്ലാവരും ഒഴിപ്പിക്കാതെ ഞാൻ ഇങ്ങോട്ട് വരികയില്ല. പോരെ? ഗുഡ്. വിഷ് യു ഓൾ സക്സസ് ഓവർ വിയറ്റ്നാം കോളനി. ജയിലിൽ നിന്ന് വിട്ടേ, പറവൂർ റാവുത്തറെ ജയിലിൽ നിന്ന് വിട്ടേ, വിട്ട് ജയിലിൽ നിന്ന് വിട്ട്, റാവുത്തറെ ജയിലിൽ നിന്ന് വിട്ട്. അല്ലാതെ ഞാൻ കണ്ടതാണ്, ജയിലിൽ നിന്ന് റാവുത്തർ വരണ്ട്. എടാ ഇരുമ്പിയോടെ എന്താടാ? എടാ റാവുത്തർ വരുന്നെന്ന്, അയാളെ കോടതി വെറുതെ വിട്ടുന്നു. എല്ലാ അമ്മമാരും കൂടെ പറഞ്ഞിട്ടാ ഞാൻ അയാൾക്കെതിരെ സാക്ഷി പറഞ്ഞത്. കൊടുക്കാൻ ഞാൻ മാത്രം ആകരുത്, പറഞ്ഞേക്കാം. വട്ടപ്പള്ളി, കുഞ്ഞാപ്പി, കുഞ്ഞാപ്പി, എടാ കുഞ്ഞാപ്പി, ആന്റോ ജപ്പാനെ, എടാ റാവത്തർ വരുന്നു, ഇറങ്ങി വാടാങ്ങോട്ട്. ജോണേ, എന്താണ്ടാ
ഫ്രാങ്ക റാവുത്തർ. അയാള് രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്, പകരം വീട്ടാൻ. ശുക്രേ, ജോർജ്, തങ്കച്ചാ, എടാ വേണപ്പാ, ഇറങ്ങി വാടാ. എടാ നീയൊക്കെ ഇങ്ങനെ പേടിച്ചകത്ത് കയറി ഇരിക്കുന്ന അയാൾക്ക് തരം. എടാ അയാളെ പോലെ നീ ഞാൻ ഇവിടുത്തെ താമസക്കാരാ. അയാൾക്ക് മാത്രമല്ല ഇവിടെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. വാടാ. റാവുത്തറെ, എന്നോട് ക്ഷമിക്കണം റാവുത്തറെ. ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാ. എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്. മര്യാദയ്ക്ക് അവനെ വിട്. നിങ്ങളെ ജയിലിലാക്കിയിട്ട് ഇവിടെ ആരും നേതാവാൻ നോക്കിയിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ ഈ കോളനിലെ ആളുകളെ വെട്ടമെന്നാ പിന്നെ എന്ത് ചെയ്യണം? നോക്കിക്കണോ? ഇതൊക്കെ അവന്മാരുടെ പണിയാ. ആ മൂസാ സേട്ടുന്റെ അയാളുടെ വക്കീലിനെയും നമ്മളെ തമ്മി തല്ലിക്കാൻ. നമ്മളെ തമ്മി തല്ലി ചാകുമ്പോ ബാക്കിയുള്ള അവർക്ക് കുടി ഒഴിപ്പിക്കാമല്ലോ. നിങ്ങൾ ഈ പറയണമെന്ന് തനിക്ക് വിശ്വാസമില്ലെങ്കിൽ വാ, നമുക്ക് തമ്മി തല്ലി ചാവാം. വാ വാ റാവുത്തരെ, കൊല്ലാനാണെങ്കിലും ചാകാനാണെങ്കിലും വാ, ഓടാൻ. ഇനി ഇവിടെയുള്ള എല്ലാരോടും കൂടിയാ പറയണത്, ഇന്നു മുതൽ എന്റെ പിരിവ് എനിക്ക് നേരിട്ട് തന്നോളണം. നിങ്ങൾ ജോണിനോ ശ്രാങ്കിനോ വട്ടപ്പള്ളിക്കോ കൊടുക്കണത് ഒന്നും എനിക്കറിയണ്ട. എന്റെ കാശ് മുടങ്ങാതെ എനിക്ക് കിട്ടണം. ഇനി ആ സേട്ടുന്റെയോ വക്കീലിന്റെയോ ആളുകൾ ഇതിനകത്ത് വരില്ല. അവിടെ നിന്നുള്ളൊരു നിഴൽ പോലും ഇതിനകത്ത് വീഴില്ല. അങ്ങനെ ആരെങ്കിലും വന്നാൽ പിന്നെ അവൻ ജീവനോട് ഇവിടുന്ന് തിരിച്ചു പോവില്ല. റാവുത്തറാണ് പറയുന്നത്, റാവുത്തർ. എടോ ജോസഫേ, താനല്ലേ പറഞ്ഞത് ഇവിടെ വലിയ ബഹളവും പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമാണെന്ന്? ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ, നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം.
അതൊക്കെ ഇവിടെ റാവുത്തർ എന്ന് പറഞ്ഞ ഒരുത്തരുണ്ടായിരുന്നു. അവൻ അകത്തായത് കൊണ്ടാ. അവനൊന്ന് പുറത്തിറങ്ങട്ടെ, അപ്പൊ തുടങ്ങില്ലേ വെട്ടും കുത്തും ബഹളമൊക്കെ. എത്രയായി? ഒരു 20 പേരെങ്കിലും അവൻ തട്ടി. എത്രയായി? 30 രൂപ. 30 രൂപ? ഇവിടെ വരാൻ 30 രൂപ? 20 രൂപയ്ക്ക് എറണാകുളത്തിന് പോകാനോ? ആ 20 രൂപയ്ക്ക് എറണാകുളത്തിന് പോവാം. പക്ഷെ ഇവിടെ വേണമെങ്കിൽ 30 രൂപ വേണം. വേറെ ആരും കൂട്ടി വിളിച്ചിട്ട് വന്നില്ലല്ലോ. ഇത് തന്നെ അതിന്റെ കാര്യം. 10 രൂപ വരും. 10 10 രൂപയോ? വേണമെങ്കിൽ മേടിച്ചിട്ട് പോടോ. അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവാ? എന്റെ കാശ് തന്നിട്ട് പോടോ. കൈമ പിടിക്കേ. പിന്നെ നിന്റെ കാല് പിടിക്കണോ? അപ്പൊ ഓട്ടോറിക്ഷക്കാരും പിടിച്ചു ചിലപ്പോ പിടിച്ചു പറിക്കും. നിന്നെ കൊണ്ട് ഈ പിടി പിടിക്കാൻ പറ്റുമോ? അയാളെ ഇല്ല, വിടില്ല. നിന്നോട് വിടാൻ പറഞ്ഞ. പിന്നെ ഞാൻ ശരിയാക്കി വിടാൻ. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? ഇനി നിനക്ക് എത്ര രൂപ വേണം? 20 രൂപ അല്ലേ? ഇങ്ങോട്ട് വാ, തരാം. എന്താടാ എന്താടാ വേണ്ടേ? ഇങ്ങോട്ട് വാ, തരാം. ആ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ നീയൊക്കെ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോഴേ ഇവനൊക്കെ. ആ പേരെന്താന്നാ പറഞ്ഞത്? KK ജോസഫ്. അതല്ലടോ ആ സ്ത്രീയുടെ പേര്. അതൊന്നും എനിക്ക് മാധവിയമ്മ. മാധവിയമ്മ. അച്ഛനെ, ഇവിടെ ഈ മാധവിയമ്മയുടെ വീട്. ദൈവമേ, ഇത് ആരാ ഇത്? എന്നെ പറ്റി പോയി അയലോട് ചോദിക്കുന്നേ. അതെ, ഈ പട്ടാളം മാധവിയമ്മയുടെ വീട്. പട്ടാളം മാധവമ്മയുടെ വീട് അറിയോ ചേട്ടാ? പൊട്ടനാ. എവിടുന്നാ നിങ്ങളെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്നെ പറ്റി പോയി അയലോട് ചോദിക്കാൻ? അയ്യോ, മാധവിയമ്മയാണോ? അല്ല, മാധവി അപ്പൻ. പോയി ചോദിക്കാൻ വേറെ ആരെയും കണ്ടില്ല അല്ലേ? ആ റാവുത്തക്കാണോ പോയി ചോദിക്കുന്നത്? ആ റാവുത്തക്കാണോ പോയി ചോദിക്കുന്നതെന്ന്? ഏത് രാവത്തിന്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇത്തിരി വെള്ളം ഉണ്ടാവോ കുടിക്കാൻ? വെള്ളം കുടിക്കാനാണോ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കയറി വന്നത്? അല്ല, ഞങ്ങള് എരുമേലി പറഞ്ഞിട്ട് വന്നതാണ്. എന്താ തിരുമേലി പറഞ്ഞിട്ട് വന്നാണോ? ക്ഷമിക്കണം കേട്ടോ, എനിക്ക് ആള് മനസ്സിലായി. അത് സാരമില്ല. ഇങ്ങോട്ടിരുന്നാട്ടെ, ഞാൻ ഇപ്പൊ പറയാം കേട്ടോ. ആ കൊച്ചിന് എന്ത് വിചാരിക്കുവോ ആവോ? ഏത് കൊച്ചൻ? നമ്മൾ ആ എരുമേലിയോട് പറഞ്ഞയച്ചിരുന്നില്ലേ അമ്മേ, ഉണ്ണിമോക്കൊരു ചെറുക്കനെ നോക്കണമെന്ന്? ദേ പറഞ്ഞു വിട്ടിരിക്കുന്നു, നല്ല കലക്കനൊരു ചെറുക്കനെ. ആരാടാ നിങ്ങള്? ചോദിച്ചത് കേട്ടില്ലേ? റാവുത്തണ്ണ, ഇവര് വേറെ ആരുമല്ല, എന്റെ ഉണ്ണിമോളില്ലേ, ഉണ്ണിമോളെ കാണാൻ വന്നതാ. പെണ്ണ് കാണാൻ വന്നിരിക്കുന്നതാ. ആണോടാ? ഇതാണ് ചെറുക്കൻ. ഇരുന്നാട്ടെ റാവുത്തണ്ണ, കുടിക്കാൻ എന്തെങ്കിലും. റാവുത്തണ്ണ ഓട്ടെ, പിശാച്ചാ പിശാച്ച്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇരുന്നാട്ടെ, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. എന്തിനാണോ പറഞ്ഞത് ഞാൻ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനാണെന്ന്? എന്റെ സ്വാമി, ആ സ്ത്രീ ഒരു നമ്പർ ഇട്ടതല്ലേ നമ്മൾ അയാളിൽ നിന്ന് രക്ഷിക്കാൻ. ആണോ? പിന്നെ അല്ല, ഇനി അവര് ശരിക്ക് വിചാരിച്ചിട്ടുണ്ടാവോ നമ്മൾ പെണ്ണ് കാണാൻ വന്ന ആൾക്കാരാണെന്ന്? അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവോ? ഉണ്ടാവോ? ഇതത് തന്നെ, ഇതത് തന്നെ, ഇത് ശരിക്കും പെണ്ണുകല്ല തന്നെ. ഇപ്പൊ എനിക്കും സംശയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് സംശയമുണ്ടെന്ന്. സ്വാമിയല്ലേ പറയേണ്ടത്, ഞാനെന്ത് പറയാൻ? നമ്മൾ അതിന് വന്ന് തെറ്റെന്ന് പറയണോ? പറയാം. എന്താ പേര്? ഉണ്ണി. തന്നോട് പേരെന്നാളും ചോദിക്കാൻ പറഞ്ഞോ? സോറി, കാര്യം പറയടോ. പറയാം. അല്ല കാർന്നോരെ,
കാരണവരെന്തിനാ അവിടെ ഇരിക്കുന്നേ? അവർക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ കാണുമെന്നേ. കാരണവർ ഇങ്ങോട്ട് പോരും. സ്വാമി ഇവിടെ ഇരിക്കും, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ഇപ്പൊ വരാം, ഇപ്പൊ വരാം. ഇങ്ങോട്ട് പോരെ കാരണവരെ. എന്താ പേര്? അതെ, ആ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട്. ഓ, അതൊക്കെ ഇപ്പോഴത്തെ ഏത് ചെറുപ്പക്കാർക്കാ പറ്റാത്തത്? കല്യാണം കഴിയുമ്പോ ഒക്കെ മാറിക്കോളുന്നേ. അയ്യേ, അതല്ല, ആ ഞങ്ങള് പെണ്ണ് കാണാൻ വന്നതല്ല, പിന്നെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാ. എരുമേലി പറഞ്ഞിട്ട്. എടാ, നിന്നോട് ആയടാ പറഞ്ഞ എന്റെ വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന്? അത് റാവത്തേടെ മുമ്പിൽ വെച്ച് അയാൾ എങ്ങനെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെയും കൊന്നേനും നിന്നെയും കൊന്നേനും ആ വന്നവന്മാരെയും കൊന്നേനും. അത് ഞാൻ അറിഞ്ഞു. അയാളിപ്പം ജയിലിൽ തുറന്നു വിടുന്നു. എന്തൊരു വാടക? നിന്നോട് വാടകക്കാരെയും കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞോ? എന്റെ മോക്കൊരു ചെറുക്കനെയും കൊണ്ട് വരാമെന്നും പറഞ്ഞു എന്നോട് കാശം മേടിച്ചോണ്ട് പോയോ? എന്നോടാ നീ? എന്റെ മാധ്യമേ, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയില്ലാണ്ടായി പോയല്ലോ. കൊയ്യെന്ന് വിടറ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വിയറ്റ്നാം കോളനിയിൽ ഒരു പെണ്ണിനെ കെട്ടാൻ മാനവും മര്യാദയുള്ള ഒരു ചെറുക്കൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അതുകൊണ്ടല്ലേ വാടകയ്ക്കെങ്കിൽ വാടകയ്ക്ക് നിങ്ങളെ മാളിയേന്റെ മുകളില് കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ താമസിക്കുമ്പോ അവന്റെ കൽബ് കയറി താമസിക്കാൻ നിങ്ങളെ മോള് വിചാരിച്ചാ പറ്റൂലേ? പറ്റൂലല്ലേ മാധ്യമേ? പത്രപ്പണ്ടാരത്തിന്റെ മോളെ ഷിപ്പ്യാർഡിൽ എഞ്ചിനീയർ എങ്ങനെയാ കല്യാണം കഴിച്ചുകൊണ്ട് പോയത്? പ്രണയം. പണയോ? പണയം, പ്രേമം. ഈ പ്രേമം കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികള് വലിയ വലിയ വീടുകളിൽ പോയി തമ്പുരാട്ടിമാരെ കഴിയാൻ. നമ്മൾ കൊണ്ടുവന്ന ആൾ ആരാന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അവൻ ബ്രാഹ്മണന്മാരാ, ബ്രാഹ്മണന്മാര്. കഥ എഴുതുന്ന പണിക്കാര്. പേര് കൃഷ്ണമൂർത്തി. എന്താ മോശ? എന്താ എത്ര പേര് ആലോചിക്കേ? നിങ്ങൾ വേണ്ടെങ്കിൽ പറ്റില്ലെന്ന് പറയും. ഈ കോളനിയിൽ വേറെ വീടില്ലേ? അവിടുത്തെ ഏതെങ്കിലും ഒരു പെണ്ണിന് കിട്ടിയോണ്ട് ബാക്കിയോ? പറ്റൂലെന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് അവനെ ഇവിടെ താമസിപ്പിക്കുന്നത് സന്തോഷമേ ഉള്ളൂ. പക്ഷെ റാവുത്തരം ജോണും ഫ്രാങ്കും ഒക്കെ സമ്മതിക്കുമോന്നാ? സമ്മതിപ്പിക്കണം. നിങ്ങളെ മകൾക്ക് വേണ്ടി നിങ്ങളൊരു ഡിസ്ക് എടുക്കണം. ആദ്യമേ ഡിസ്ക് എടുക്കണം.